ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എഫ് സി വ്ളോഗ്. എന്തുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ തന്നെയാണ് കേട്ടോ. അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ മെല്ലെ പതുക്കെ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ ദിവസം മുമ്പാണ് കേട്ടോ, ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടാ. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഡിലായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. എന്തായാലും നമ്മൾ വീട് കൂടിയിരുന്നതിന് ശേഷം ഇത് ഫസ്റ്റ് തവണയാട്ടോ നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം എടുക്കുന്നത്. ഈ സാധാരണ ദിവസമൊക്കെ ഇങ്ങനെ പോയിട്ട് കൊണ്ടുവരും, ഞാനങ്ങനെ പോകാറില്ല പൊതുവേ. പിന്നെ കുടിരിക്കലിന് വേണ്ടിയിട്ട് സാധനം വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇപ്പം ആദ്യമായിട്ടോടെ പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ പോയുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇങ്ങനെ നോക്കി ഇങ്ങനെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മക്രോണി എടുക്കുന്ന സമയത്ത് ഡബിൾ ഹോസിൻ്റെ കമ്പനിയുടെ മക്രോണി ഉണ്ട്, അതേപോലെ തന്നെ ഇവരുടെ പാക്ക് ചെയ്ത സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും രണ്ട് റേറ്റിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ ഒരു മലയാളികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ വില കുറഞ്ഞത് ഏതാണോ അതാണല്ലോ എടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ വില കുറഞ്ഞ് തന്നെയാണ് എടുത്തത് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പേസ്റ്റും ബ്രഷ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയാലുള്ള സ്ഥിരം ഒരു പരിപാടി ഉണ്ട്, പെണ്ണുങ്ങളല്ലേ. അപ്പം നിസാക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ ഇങ്ങനെ കൊട്ട നിറയണത് അറിയില്ല, വേണ്ടാത്തതും വേണ്ടതും ഒക്കെ ആയിട്ട് അങ്ങനെ നിറച്ച് കൂട്ടും, കണ്ടതൊക്കെ വേണ്ടി വരും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിസാക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. സംഭവം ശരിയാണ് കേട്ടോ, നമ്മൾ പെണ്ണുങ്ങൾ അല്ലേ, സംഭവം കാണുമ്പോൾ അങ്ങനെ ഓരോന്നങ്ങനെ എടുത്തിട്ട് അങ്ങനെ കൊട്ട നിറക്കും. ബില്ലടിച്ചാണ്ട് പൈസ എടുക്കാൻ നോക്കുമ്പോഴാണ് അയ്യോ ഇത്രയൊക്കെ ആയോ എന്നുള്ളത് ചിന്തിക്കട്ടോ. അപ്പം ഈ ഒരു ഐസ് ട്രേ നമ്മൾ കുറേ ആയിക്കണം വാങ്ങണം വിചാരിക്കണേ. അപ്പോൾ ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ കണ്ട് വാങ്ങിയതാണ്. ഈ വരുമ്പം ഇത് ചിന്തയല്ലായിരുന്നു, ഇവിടെ കണ്ടപ്പോൾ സംഭവം വാങ്ങിയതാണ് കേട്ടോ. ഇനി റമദാനുള്ളൊരു പർച്ചേസിങ് ഉണ്ട് കേട്ടോ, അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അതിന് പോവാണ്ട് 2 ദിവസം കഴിഞ്ഞ് അതിന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും റമദാൻ്റെ പർച്ചേസിങ് കഴിഞ്ഞോ അറിയില്ല കേട്ടോ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും കഴിഞ്ഞെങ്കിൽ. പിന്നെ പെരുന്നാൾക്ക് ഡ്രസ്സ് ആരൊക്കെ നേരത്തെ എടുക്കുന്നുണ്ട്? ഞാൻ എന്തായാലും നേരത്തെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നോമ്പിൻ്റെ മുമ്പായിട്ട് തന്നെ എടുക്കണം എന്ന് കരുതുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പിന് അത് പർച്ചേസിങ് ചെയ്ത് നടക്കും തോന്നുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഞാൻ ചെറുതായിട്ടൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ടസ്ലച്ചസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടുന്ന് മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഒക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.